ശ്രീ നമ്മുടെ ഈ സംസ്ഥാനത്ത് സിനിമ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതിൻ്റെ അപാകതകളെ കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ചും എല്ലാം നമുക്കറിയാം. 100 പടങ്ങളോ അല്ലെങ്കിൽ 500 പടങ്ങളോ ഒരു വർഷം റിലീസിന് വേണ്ടി തയ്യാറാവുകയും ഷൂട്ട് നടക്കുകയും ചെയ്യുമ്പോൾ അതിൽ കൂടിപ്പോയാൽ ഒരു 100 അല്ലെങ്കിൽ 150 പരം പടങ്ങൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. നമ്മുടെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം TS അരുൺകിലാടി എന്ന ഈ ഡയറക്ടറിനെ സംബന്ധിച്ചോളം 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായി ചെയ്തത് മരപ്പാവ. വളരെയേറെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ അപ്പുറം അവാർഡുകൾ വാരിക്കിട്ടിയ ഒരു മരപ്പാവ എന്ന സിനിമ ആദ്യം അദ്ദേഹത്തെ എൻട്രിയാണ്. അതിനുശേഷം കൊറോണ സമയത്ത് റിലീസ് ചെയ്ത പടമുണ്ട് ഗോസ്റ്റ് ഇൻ ബത്ലഹേം. അതൊരു കൊമേഴ്ഷ്യൽ മൂവിയായിരുന്നു. അത് ഭാഗ്യവശാൽ കൊറോണ നമ്മളെല്ലാം ബാധിച്ചതുപോലെ തന്നെ ആ ചലച്ചിത്രത്തെ ഒരു പരിധിവരെ അത് ബാധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാനും ശ്രീ TS അരുൺകിലാടിയുമായി അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കുന്നത്. ലൂട്ടോ ആൻഡ് മോന എന്നൊരു ചെറിയ മൂവി ചെയ്തു. അവാർഡിന് വേണ്ടി ചെയ്തു. ധാരാളം അവാർഡുകൾ അതിന് ലഭിക്കുകയുണ്ടായി. ആ ഒരു അവാർഡ് ലഭ്യതയും അതുപോലെ തന്നെ അതിലുണ്ടായ ഉത്തേജനവും അതിലുണ്ടായ പ്രോത്സാഹനം തന്നെയാണ് വീണ്ടും ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങളെ നയിച്ചത്. വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ റിലീസിന് വേണ്ടി വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 മണിക്കൂർ പോയി ഇരുന്ന് കാണാം. അതിനെക്കുറിച്ച് പോസിറ്റീവായ അഭിപ്രായം പറയാം, നെഗറ്റീവായ അഭിപ്രായം പറയാം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വ്യത്യസ്തകൾ നിറഞ്ഞതാണ്. നമ്മുടെ സിനിമാ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, സിനിമാ ലോകത്ത് എന്തൊക്കെ ഉടായ്പകൾ നടക്കുന്നു, എന്തൊക്കെ ചീറ്റിങ്ങൾ നടക്കുന്നു, ആരൊക്കെ സിനിമയുടെ പുറകെ പോകുന്നു, എന്നിട്ട് വഴിതെറ്റി എവിടെ പോകുന്നു, അത് ഏത് ശരിയായ രംഗത്ത് എവിടെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച ഹാസ്യരൂപയാണെങ്കിൽ പോലും അത് വളരെ വ്യക്തമായി ഈ ചലച്ചിത്രം പറയുന്നുണ്ട്. അതിലേക്കുള്ള ഒരു പ്രൊമോഷൻ വീഡിയോയും ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ചലച്ചിത്രം റിലീസാകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം നമ്മളൊരു ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് വൻമലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി വൻ തിമിംഗലങ്ങളോടൊപ്പം തന്നെ ദത്തോലിമീനികളും ആ രംഗത്തെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രത്യേക ഉദാഹരണമാണ് നമ്മുടെ ഈ സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി എന്ന സിനിമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പാലോ രവി സാർ അവരെ ക്ഷണിക്കുന്നു. ടൈറ്റിൽ ലോഞ്ചിങ്ങും അതോടൊപ്പം തന്നെ ട്രailer ലോഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടി. വളരെ പ്രിയങ്കരനായ ശ്രീ സന്ധ്യൻ രവീന്ദ്രൻ, ശ്രീ അനിൽ, ശ്രീ സുബു, കാരണം ഇതൊരു പ്രസംഗവേദിയല്ല എന്ന് ഞാൻ ആരംഭത്തിലേ പറയുന്നത്. ഇതൊരു പ്രസംഗവേദിയല്ല. നമ്മുടെ മലയാള ഭാഷ ഇങ്ങനെ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ കുറേ പതിറ്റാണ്ടുകൾ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി കാൽപ്പാടുകൾ നമുക്ക് നമ്മുടെ ഈ മാതൃഭാഷ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ കാൽപ്പാടുകൾ ഏൽപ്പിച്ചത് സാഹിത്യമാണ്. ആ സാഹിത്യത്തിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് അറിവും അനുഭവവും തമ്മിലുള്ള ആ കൂടിച്ചേരലാണ്. സാധാരണ അറിവ് മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല. ആ അറിവ് അനുഭവമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഗൗരവമായി അത് ബാധിക്കുന്നത് എന്ന് എത്രയോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ സിനിമകളെ പലപ്പോഴും ഞാനൊരിക്കലും കുറേ കാലം ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തും ഇതിൻ്റെ സ്ക്രീനിങ്ങിലുണ്ടായിരുന്നു, സെൻസർ ബോർഡിലുണ്ടായിരുന്നു. എനിക്ക് നിരവധി ചിത്രങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അറിവും അനുഭവങ്ങളും തമ്മിലുള്ള ഒരു നേർചിത്രമായി നമുക്ക് പലപ്പോഴും സിനിമയെ വിലയിരുത്താൻ കഴിയും. ഈ ഇന്നലത്തെ അവാർഡ് ദാനം ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് ഞങ്ങളെ പലരെയുമാണ്. കാരണം കുട്ടികളുടെ സിനിമ ഇല്ല എന്നൊരു പ്രഖ്യാപനം. പ്രത്യേകിച്ചും നമ്മുടെ ഈ മലയാള നാട്ടിൽ നിന്നുണ്ട് കുട്ടികളുടെ സിനിമ ഇത്രയും നമുക്കറിയാം. നമ്മുടെ ഈ മേഖലയിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളതാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയകുമാർ കുട്ടികളൊരു ചിത്രവുമായി അത് തുടങ്ങുന്നതിനെ കുറിച്ച്
ആദ്യമായി ആലോചിക്കണമെന്ന് എന്നോട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാ. ഞങ്ങളുടെയൊക്കെ ആ പ്രദേശത്ത് വെച്ച് തന്നെയായിരുന്നു എൻ്റെ ചിത്രീകരണം. അപ്പൊ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ പോലും കുട്ടികളുടെ ചിത്രമില്ല, കുട്ടികൾക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാനുള്ള, ഒരു അംഗീകാരം കൊടുക്കാനുള്ള അവസരമില്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് വളരെ വളരെ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതാരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പൊ സിനിമ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അനുഭവങ്ങൾ. ഇത് എപ്പോഴും ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിന്റെ തെറ്റായ വശങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ശരിയാണ്, നല്ല പ്രവണതകളും നല്ലതല്ലാത്ത പ്രവണതകളും എല്ലാ മേഖലയിലും കാണാം. അത് നല്ല പ്രവണതകളല്ല എന്ന ആളുകളെ അനുഭവത്തിലൂടെ അറിയിക്കുന്ന ഒരു ഫിലിം എന്നൊക്കെ പറയുന്നത് ചെറിയ പരീക്ഷണമാണ്. എല്ലാ പരീക്ഷണ സിനിമകളും നിങ്ങൾ ലോക സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ആരംഭം മുതലുള്ള സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, സിനിമയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമുക്കറിയാം പരീക്ഷണ സിനിമകളെല്ലാം കാൽപ്പാടുകളായിരുന്നു. ഏത് സിനിമ എടുത്ത് നോക്കിയാൽ. അപ്പൊ അതിൻ്റെ ഒരു തുടക്കമായിട്ട് കൂടി ഞാൻ ഈ സിനിമയെ കാണുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം. ഞാൻ ആ 91 MLA ആവുമ്പോഴും 96 MLA ആവുമ്പോഴും അതിനുശേഷം MLA ആവുമ്പോഴും ഒക്കെ എന്നോടൊപ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഈ സംരംഭത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ ആദ്യം അത് സ്വിച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്കാണ് തന്നത്. അത് ഞാൻ ആദ്യമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അതിൽ ചെറിയ ബാബു എന്ന് പറഞ്ഞ് എന്നോട് എനിക്ക് ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു അവസരവും അന്ന് എനിക്കുണ്ടായി. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതുപോലെ അറിവിലൂടെ ആ അറിവ് അനുഭവങ്ങളാക്കി ആ അനുഭവങ്ങൾ നമ്മുടെ നാടിന് സമ്മാനം ചെയ്യുന്ന വേദികളായി നമ്മുടെ സിനിമകൾ മാറണം എന്നാഗ്രഹിക്കുന്ന തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. വളരെ 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 നന്മകൾ നേർന്നുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് വളരെ വിനീതനായി ഞാൻ ഉദ്ഘാടനം ചെയ്യും. എൻ്റെ സുഹൃത്ത് ശ്രീ ബാലുദേവി, വേദിയിലുള്ള എല്ലാവരും പേര് പറയുമ്പോൾ നിങ്ങളുടെ പേരും പറയും. അത്ര സമ്പന്നമായ സദസ്സാണ് ഈ പ്രസ് ക്ലബ്. ഒരുപാട് ചർച്ചകളുടെയും സംസാരങ്ങളുടെയും വേദിയാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ വരുന്നത്. ഒരു സിനിമ ജനിക്കുന്നു. നമ്മുടെ കല്യാണങ്ങളിൽ ഒരു കുഞ്ഞിക്കാലി കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആഹ്ലാദമില്ലേ? ആ കുഞ്ഞിക്കാലി കാണുമ്പോൾ നമുക്ക് സങ്കല്പമുണ്ടായി, ഇതാണായിരിക്കണം, ഇത് പെണ്ണായിരിക്കണം എന്നൊക്കെ. ആ സങ്കല്പങ്ങൾ പോലെ നമുക്ക് ഈ സിനിമ ഏറ്റവും മികച്ചതായിരിക്കണം എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വപ്രസിദ്ധനായ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം ഇവിടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞത്, കുടുംബകലഹത്തിന് പ്രധാനപ്പെട്ട കാരണം, ഈ ഡൈവോഴ്സിന് വലിയ കാരണം വരുന്നത് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെല്ലാം ഈ കുഞ്ഞിനെ കാണാൻ പോകും. കണ്ടവരപ്പം ഡയലോഗ് ഫിറ്റ് ചെയ്യും, കുഞ്ഞ് അച്ഛനെ പോലുണ്ട്, കുഞ്ഞ് അമ്മയെ പോലുണ്ട്. ചിലർ പറയും കുഞ്ഞ് ഏതുപോലെയാ? അവിടെയാണ് കുടുംബകലഹം ആരംഭിക്കുന്നത്. ജർമ്മൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം സൈക്യാട്രിസ്റ്റ് കൂടി, അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകം. അദ്ദേഹം അതിലൊരു നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അത് വിവരക്കേടിൻ്റെ ഒരു ഭാഗമാണ്. കുഞ്ഞ് ജനിക്കുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും പകർപ്പാവലല്ല. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമാവുന്നത് ഭാര്യാഭർത്താക്കന്മാർ ഒരുപാട് തവണ ഒരുമിച്ച് ചേരുന്നുണ്ട്.
അതിലൊരിക്കൽ മാത്രമേ അത് ഷൂട്ടാവും. ആ സമയത്ത് പെണ്ണിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് കുഞ്ഞായി വരിക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു സിനിമ കാണാൻ പോയി, പുലിമുരുകൻ. അന്ന് രാത്രിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലെ കുട്ടിയുടെ തുടക്കം. കുഞ്ഞു പുലിമുരുകനായിരിക്കും. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച മഹാഭാരതം എന്ന് പറയുന്ന മഹാകാവ്യം, അതിൽ ധൃതരാഷ്ട്രവും പാണ്ഡവുണ്ട്. ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ആള് നിങ്ങൾക്കറിയാലോ, കണ്ണു കാണാത്ത ആൾ. പാണ്ഡു എന്ന് പറഞ്ഞ ശരീരം പാണ്ഡ. എന്താ ധൃതരാഷ്ട്രവും പാണ്ഡു ഉണ്ടാകാൻ കാരണം? അതാ ജർമ്മൻ സയന്റിസ്റ്റ് പഠിച്ചിട്ട് നമ്മളോട് പറയാ. നമ്മൾ പലരും വായിച്ചു നോക്കില്ലല്ലോ. ശന്തനു മഹാരാജാവിന് മക്കളുണ്ടായിരുന്നു. 2 ആമക്കള് മരിച്ചുപോയി. 2 ആമക്കൾ, ഒരാൾ ദ്വന്ദ്വയുദ്ധത്തിൽ, ഒരാൾ പകർച്ചവ്യാധിയിൽ മരിച്ചു. അപ്പൊ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ ആളില്ല. അംബിക, അംബാലിക, ലോകൈക സുന്ദരിമാർ 2 പേര്. അപ്പോഴാണ് സാക്ഷാൽ പരാശര മഹർഷിക്ക് കടത്ത് വഞ്ചിയിൽ വെച്ചുണ്ടായൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ പേര് കൃഷ്ണ ദൈവായനൻ, ദ്വീപുകാരനായ കറുത്തവൻ. അവനെയാണ് അമ്മ വിളിക്കുന്നത്, മോനെ വാ, സന്താനം വേണം, അല്ലെങ്കിൽ രാജ്യം അപകടത്തിലാണ്, ഭരിക്കാൻ ആളില്ല. ഒരാളുണ്ട്, അയാൾ ശബദം കൊണ്ട് ഭീഷ്മനായി. എന്താ ചെയ്യാ? മകൻ വന്നു. ഇവൻ വന്നപ്പം അംബിക ഇവനെ കണ്ടപ്പോൾ ഇവളാകെ ഞെട്ടി വിഷമിച്ചു. എന്ത് ചെയ്യാൻ? ഇപ്പം യോഗമല്ലേ, ഇതില് പോയി കിടക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നീ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണു ചൂപ്പിക്കിടന്നു. അതിലുണ്ടായതാണ് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രൻ. 2ാമത്തെ പെണ്ണിനെടുത്ത് പോയപ്പോൾ അംബാലികയെടുത്ത് പോയപ്പോൾ അവള് ഇവനെ കണ്ടപ്പോൾ ഞെട്ടി വിളറി വെളുത്തുപോയി. അതിലുള്ളതാണ് പാണ്ഡു. 3ാമത്തെ ഒരു കേസ് കൂടി ഉണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കറിയോ, അവിടെ ഒരു കുഞ്ഞു കൂടി ജനിച്ചു. അത് പരിചാരികക്ക് ഈ 2 കൃത്യങ്ങളും ഒളിച്ചിരുന്നു കണ്ട പരിചാരികക്ക് അവനെ എനിക്ക് വേണമെന്നൊരു തോന്നലുണ്ടായി. അതിലുണ്ടായതാണ് വിതുരർ എന്ന് പറയുന്ന കഥാപാത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ കുടുംബ കലഹത്തിന്റെ പ്രധാന കാരണം ഇതാണ്, ഇത് വിവരക്കേടാണ് എന്ന് പറയുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമ ഇപ്പൊ കണ്ടാൽ ആളുകൾ ഡയലോഗ് ചെയ്യും, അതൊന്നിനെ കൊള്ളില്ല, ആ കഥാപാത്രം കൊള്ളില്ല. ഞാൻ അനുഭവിച്ച സിനിമയിൽ അഭിനയിച്ച പാലവണ്ണറിയില്ല. ഞാനൊരു മുഴുനീള ചിത്രത്തിലുണ്ടായിരുന്നു, ആശംസകളുടെ അന്ന. എൻ്റെ ജീവിതത്തിൽ ആദ്യം പുറത്തു വന്ന സിനിമയാണ്. 90% പുറത്തു വന്നിട്ടില്ല, ദൈവത്തിൻ്റെ പാട്. ആ സിനിമയിൽ ഞാൻ കോളേജ് പ്രിൻസിപ്പളാണ്. ഞാൻ കോളേജിൻ്റെ അയലത്തുകൂടി പോകാത്ത ആളാണ്, പക്ഷെ കോളേജ് പ്രിൻസിപ്പളാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തെ, അവൻ്റെ പരിസരബോധത്തെ, അവൻ്റെ പെരുമാറ്റത്തെ എല്ലാം സ്വാധീനിക്കുന്നു. കാരണം പരസ്പര ബഹുമാനമാണല്ലോ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രധാനം. നമ്മളെല്ലാവരും ഏത് തരക്കാരെന്നല്ല, പക്ഷെ മനുഷ്യനാണ്. ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്. ഞാൻ പാലോടോട് പറയായിരുന്നു, ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാർ പരസ്പരം പെരുമാറുന്നത് എങ്ങനെയാണ്? TV കാണുന്ന ആളുകൾ പറയുന്നത് എത്ര മ്ലേച്ഛമായിട്ടാണ് പെരുമാറ്റം, മ്ലേച്ഛമായിട്ട് പെരുമാറ്റം. വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് എവിടെ രാഷ്ട്രീയ തടസ്സവും? അതുകൊണ്ട് സിനിമ, മലയാള സിനിമ, മലയാളിയുടെ മനസ്സും അവൻ്റെ ചിന്തകളും എല്ലാം വളർത്തിയെടുക്കാൻ പ്രധാനമായിരുന്നു. ഞാൻ ആദ്യമായി കണ്ട സിനിമ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്, സാക്ഷാൽ നീലക്കുയില. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൊക്കിയ സുന്ദരി, ഒരു ഞറക്ക് പെണ്ണ് കെട്ടിനെ കുറിയെടുക്കുമ്പോൾ ഒരു ഞറക്ക് ചേർക്കണേ. അന്ന് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പറയുന്നത്, ഒരു പെൺകുട്ടിയെ കണ്ടല്ല ഒരു ഞറക്ക്. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ? ഇപ്പോഴത്തെ നമ്മളിപ്പോൾ നോക്കുക, ഇപ്പൊ കുട്ടികൾ പാട്ട് പാടുന്നുണ്ട. അയ്യോ, രമണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഈ ഭുവനേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇയാളെല്ലാം സൂക്ഷിച്ച് കേൾക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ രമണിലൊരു പാട്ടുണ്ട്, ഇന്നാ വനത്തിലെ കാഴ്ച കാണാൻ
എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്നില്ലേ? അപ്പോൾ എന്താ പറയുന്നത്? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ട ഓമലാണ്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് എന്താ പറയുക? നിന്നെ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാം, ഇന്നോ വിളിച്ചു വരാം ഓമലാണ്. നാട്ടിൽ മാറ്റാം, കാലത്തിന് മാറ്റാൻ മാറ്റുന്നത് ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം തെറ്റിയാൻ പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യ ജീവിതത്തിന് ചില അതിർത്തികളുണ്ട്, ലംഘനരേഖകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ലംഘിക്കരുത് എന്നൊരു ബോധം നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ചാൽ നമ്മളിപ്പോൾ പെരുമാറുന്നത്. ഞാനിപ്പോൾ ലക്ഷത്തിലധികം ആളുകളെ ഒരുമിച്ച് സെൽഫി എടുത്തിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ, എത്രയോ പുരുഷന്മാർ എല്ലാം സെൽഫി എടുത്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു സെൽഫി എടുത്തിട്ട് കുടുങ്ങി എന്ന് പറയുന്നില്ല. ഒരു പോലീസ് ഓഫീസർ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഏതെങ്കിലും ഒരു കള്ളനോ കൊള്ളക്കാരനോ ആയാലോ. ഞാൻ പറഞ്ഞ്, സെൽഫി എടുക്കാൻ ഒരാൾ വന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അയാളോട് നമുക്ക് പറയാൻ പറ്റുമോ ആ പോലീസ് സ്റ്റേഷനിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം? അങ്ങനെയുണ്ടോ? ഒരാൾ സെൽഫി എടുക്കാൻ വരുന്നത് നമ്മളെ വലിപ്പം കൊണ്ടാണ് അല്ലല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നു. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മമാണ്, ധർമ്മമാണ്. അതാണ് നമ്മളെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇതുവരെ അപകടമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റാൻ ഇടയിൽ എടുത്തില്ല. ഏത് പെൺകുട്ടികൾക്ക് എൻ്റെ അടുത്ത് വരാം, നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ കൈ നോക്കിയാൽ മതി. ഞാൻ മിക്കവാറും കൈ ഇങ്ങനെ കിട്ടും. കാരണം എന്താ? അത് ശ്രദ്ധിക്കുന്ന ഒരു കൈ. ഈ കൈയാണ് പലപ്പോഴും അപകടകാരിയായി വരുന്നത്. നമ്മളറിയാതെ ആ കൈ പലയിടത്ത് ചലിച്ചു പോകും. അത് ചലിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തായാലും ഈ സിനിമ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരാത്മാർത്ഥമായി ആഗ്രഹിച്ച് ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. ഇത് പണക്കാരുമെന്ന് ഉണ്ടാക്കുന്ന സിനിമയല്ല. ആ ചെറുപ്പക്കാരിൽ ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ടാവും. ആ ചെറുപ്പക്കാരുടെ ആഗ്രഹവും ഈ സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ ആ സിനിമ ആദ്യം കണ്ടിട്ടില്ല, കണ്ടെങ്കിലേ പറയാൻ കഴിയും. എന്തായാലും നമ്മുടെ നാട്ടിലെ മലയാള സിനിമാ രംഗത്ത് ഒരുപാട് തർക്കങ്ങളെല്ലാം ഉള്ള ഒരു കാലത്ത് ഇപ്പം അവാർഡ് വന്നത്ര തർക്കമാണ്. ഈ അവാർഡിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നത് പേവാർഡാണ്. ഇങ്ങനെയും തർക്കം. ആ പേവാർഡൊന്നും പെടാത്ത ഒരാളാ പാലോട് രവി എന്ന് എനിക്ക് തോന്നുന്നു. പാലോട് രവി തന്നെ ആയതുകൊണ്ട് അയാൾ പാലോടാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാ തോന്നുന്നത്. എന്തായാലും ഈ സിനിമ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ അനുഭൂതി സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഒരു നല്ല വിജയമാകുമ്പോൾ നമ്മളും അതിലെ കൂടെ ഉണ്ടാവും. നമുക്ക് പൈസ തരാനില്ല, പക്ഷെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അത് നമ്മളെ കടമയാണ്. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നാട്ടിലെ കടമയാണ്. അതും അനന്തപുരിയാണ്. അനന്തപുരപ്പരാവിന്റെ നാടായി ഈ നാട്. ഇപ്പം ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മോട്ടിക്കാൻ നല്ല സമയമാണ്. എന്തും മോട്ടിക്കാലോ. അയ്യപ്പന്റെ സാധനങ്ങളെല്ലാം മോട്ടിച്ചു കൊണ്ടുപോയാൽ ഈ നാട്ടിൽ ധൈര്യമുണ്ടായാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ ഈ അനന്തപുരിയിൽ അതുപോലെ മോട്ടാക്കളൊന്നും ഉണ്ടാവില്ല. ഈ നാട് എല്ലാം ശ്രദ്ധിക്കുന്ന നാടാണ്. അതുകൊണ്ട് ഈ സിനിമ ഒരു മഹാസംഭവമാകട്ടെ. അതിന് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ട്രെയിലർ ലോഞ്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ ലോ അക്കാഡമിയിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ, ലോ അക്കാഡമിയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് പോകുന്നപ്പോൾ പെട്ടെന്ന് സന്തോഷം. വേദിയിൽ കാണാൻ പറ്റുന്നത് വളരെ സന്തോഷം. ഇന്ന് രാവിലെ ലോ അക്കാഡമി ദിവസം ഇവിടെ നടന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടനൊക്കെ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്. ഗംഭീരമായ ഡാൻസ്, അതിനോടൊപ്പം വേറെ ഡാൻസേഴ്സും എല്ലാവരും ഒക്കെ ആയിട്ട് വളരെ നല്ലതായിട്ട് മലയാള സിനിമയിൽ എനിക്ക് ഈ മാസം 14-ാം തീയതി നവംബർ 14-ാം തീയതി റിലീസാവുന്ന ഈ ചിത്രത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഒരുപാട് ആശംസകൾ അറിയിക്കുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകും. സന്തോഷം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.
വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നതിൽ ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. പ്രോഗ്രാം വളരെ മനോഹരമായി പോകുന്നു. ഫോട്ടോഷൂട്ട് അത്യാവശ്യം നന്നായി നടക്കുന്നു. എല്ലാവർക്കും നന്ദി. കാരണം ഇത്രയും മനോഹരമാക്കി തന്നതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടാക്കി സ്റ്റോറി, ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെയാണ് സിനിമ 2-ലെ സിനിമയാണ് കഥ പറയുന്നത്. അതോടൊപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പരം കലാകാരന്മാർ 100 പരം അഭിനേതാക്കൾ അഭിനയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ ജില്ലയിലെ ടെക്നീഷ്യന്മാർ ഇത് സംഘത്തിലുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ 2 പാട്ടാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ശരിക്കും 3 പാട്ടുണ്ട് സിനിമയിൽ. ഇത് AI ആദ്യമായി മലയാളത്തിൽ സോങ് AI ചിത്രീകരിച്ച സിനിമയാണ്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ സിനിമ തന്നെയാണ്. നിങ്ങളെല്ലാ സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് എല്ലാവർക്കും ഞാൻ സ്നേഹത്തിൻ്റെ പാട്ട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ അഭിനയ ജീവിതം ഞാൻ തുടങ്ങിയിട്ട് ഡിറ്റക്റ്റീവ് ആനന്ദ നമ്മുടെ ദൂരദർശനിൽ തുടങ്ങിയ ചാനലിൽ തൊട്ട് നമ്മൾ തുടങ്ങിയ ഒരു അഭിനയമാണ്. പക്ഷേ ഒരുപാട് സൗണ്ട് കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഡിറ്റക്റ്റീവ് ആനന്ദ തൊട്ട് നമ്മൾ ദൂരദർശനിലെ ജോലിയായിട്ടുള്ള സീരിയൽ തൊട്ട് ഇങ്ങനെ ഒരുപാട് സീരിയലുകളിൽ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ടീം ആദ്യമായിട്ടാണ്. കാരണം ഇപ്പോൾ ഞാനും നമ്മുടെ മുകേഷും രചനായിട്ട് നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, അതിങ്ങനെ ബ്ലോക്ക് ആയിരിക്കും. എന്തായാലും അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അതിൻ്റെ പ്ലാനിങ് ഉണ്ട്, തീർച്ചയായിട്ടും അത് വിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഒരു പഠിക്കാനുള്ളൊരു സ്കൂൾ പോലെ. പക്ഷെ സത്യം എല്ലാവരും അതിലൊരു ഡയറക്ടറാണെന്നോ അല്ലെങ്കിൽ അതിലൊരു പ്രൊഡ്യൂസർ ആണെന്നുള്ള രീതിയിലുള്ള എല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. കാരണം ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ സിനിമ തീരുന്നത്. സാധാരണ ഒരു സിനിമ നമ്മൾ കാണുന്നത് അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് അതിൻ്റെ നമ്മളിവിടെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം, കാരണം അതിൻ്റെ ഒരു പോസ്റ്റർ പോലും അവർ പുറത്ത് വിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. കാരണം സാധാരണ ഇപ്പോൾ ഈ വരുന്ന 14-ാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഈ ഷൂട്ടിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഫോട്ടോയില്ലേ പോസ്റ്ററില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനം നമ്മൾ ആ പ്രസ് ക്ലബിൽ വെച്ചിട്ട് നമ്മളിത് അനൗൺസ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ എനിക്ക് പോലും ഒരു പോസ്റ്റർ തന്നു. കാരണം അവർ രണ്ടുപേരും വളരെ എന്താ പറയുക, വളരെ ഒരുക്കി അതിനെ അത്രയും. കാരണം അവരുടെ ഉറക്കമല്ല, മിക്ക ദിവസവും രാത്രി എന്നെ വിളിക്കും, അരുണെന്നെ വിളിക്കാറുണ്ട്, പിന്നെ മൗരനെ വിളിക്കാറുണ്ട്. കാരണം അവർ വിളിച്ച അതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഒരു 1.5 മാസം കൊണ്ട് അവരെൻ്റെ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതിൽ എത്തിപ്പെടാനുള്ള എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസമാണ് ഇതായിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ. അവർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് പടമാണ്, സിനിമയ്ക്കകത്തുള്ള ഒരു സിനിമയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയ്ക്കകത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സിനിമയ്ക്കകത്ത് നടക്കുന്നതാണ്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുത്ത് കുത്തുവാള എടുത്തവരുണ്ട്. അപ്പൊ ആരെയും കുറ്റം പറയില്ല ഞാൻ. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ നമുക്കും ഈ ഒരു എന്താ പറയുക വ്യവസായത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് സത്യം. കാരണം ഇത് ഇറങ്ങുമ്പോൾ ആദ്യം പേടിയാണ്. പലരും പകുതിയായി നിർത്തിയവരുണ്ട്, ചിലവര് മൊത്തം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റാത്തവരുണ്ട്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എക്സാമിൽ പറഞ്ഞതുപോലെ പകുതിയായി പെട്ടിക്കാതിരിക്കുന്ന സിനിമകളുണ്ട്. കാര്യം എന്താ പറയുക, ഇതിനൊരു കണക്കൂട്ടലും ഒരു യോജിപ്പും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ തീരുകയാണ്. ഒരു ദിവസം ഒരു ലൊക്കേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിൻ്റെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാ ഭാഗത്തും അത് ജിലാലി വളരെ നല്ല രീതിയിൽ അതിലൊരു ഡയറക്ടർ എന്നുള്ളത് എല്ലാവർക്കും വന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്ന് ചെയ്ത് തരണം. അവ പെട്ടെന്ന് ഒരു ഹെഡ് വെയിറ്റ് അല്ല. കാരണം പലരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പം എന്താ പറയുക, നമ്മുടെ രാജമാണിക്യം നിങ്ങളിൽ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ പിന്നെ അതെല്ലാം വലിയ വലിയ സ്റ്റാറുകളാണ്. എന്നാലും ഞാൻ പറയുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പെൻസീവ് കാണുമ്പോൾ ഞെട്ടിപ്പോയി, മനസ്സിലായില്ല. പക്ഷെ ഇങ്ങനെയും നമുക്ക് സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ സിനിമ. സിനിമയ്ക്കകത്തുള്ള ഇപ്പം അതിൻ്റെ ഒരു പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തന്നായിരുന്നു. എന്താണ് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, പൈസ ഉള്ളവരെങ്ങനെയാണ്, പൈസ ഇല്ലാത്തവരെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നാലും ഇതിനെക്കുറിച്ച് അധികം ഇനി ആ ഉള്ളിലോട്ട് ഇറങ്ങുന്നില്ല. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ സത്യം പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ഇതിനെ വിജയിപ്പിക്കണം തീർച്ചയായും.
ഇന്ന് ഞാൻ മുകേഷിനെ വിളിച്ചത് മുകേഷ് ഇന്ന് നാളെ മുകേഷ് ദുബായിലാണ്. അപ്പൊ ഇന്ന് അതിനുള്ള പർച്ചേസ് കാര്യങ്ങളായിട്ട് മുകേഷ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകേഷെ പറ്റത്തില്ല, എന്തായാലും വന്നവർ ഇല്ലാണ്ടാ നിങ്ങളുടെ കാര്യമായിട്ട് എന്തായാലും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അരമണിക്കൂർ എത്താന്ന് സത്യം. പിന്നെ മുകേഷിന് വേറൊരു എടുക്കത്തില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ അരമണിക്കൂർ പാർക്കിംഗ് ബുദ്ധിമുട്ടായിരുന്നു. ഫ്രണ്ട് ഇട്ടിട്ടാണ് കരുതുന്നത്. കാര്യം വേറെ കൊണ്ടല്ല, നമ്മളൊരു ടീം വർക്കായിട്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എല്ലാവരും ഇന്നത്തെ ഒരു സമൂഹം, നേരത്തെ പറഞ്ഞ ഒരു മീഡിയ, ഇപ്പൊ നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മീഡിയാസ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയാണ് ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതിനെ വളർത്തുകയും താത്തുകയും ചെയ്യുന്ന അവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് എന്താ പറയാ 100% നമ്മളെ കൂടെ വേണം. ഇന്ന് ഞാനിപ്പം ആ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇട്ട ഒരു ഇത് റിക്വസ്റ്റ് കണ്ടാണ് ഞാൻ വെള്ളമൂടി ശാസ്ത്രമേഖല യൂണിറ്റ് വ്യാപാര വ്യവസായിയുടെ രക്ഷാധികാരി എന്തുകൊണ്ട് പറയണമെന്ന് അതിന്റെ പ്രസിഡന്റ് ഇതാ എന്റെ അവിടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഉപദേശം അരുണിന്റെ അച്ഛനായിട്ടുള്ളൊരു ബന്ധമുണ്ട്, എൻ്റെ അച്ഛനായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വെളിയിലോട്ട് പോകുന്നതിലാണ് ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം ഇന്ന് നമ്മുടെ 14-ാം തീയതി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതൊരു ചെറിയ കൂട്ടായ്മ തുടങ്ങിയാണ്. അടുത്തൊരു പ്രൊജക്റ്റ് നമ്മൾ ജനുവരിയിൽ തന്നെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങളുടെ എല്ലാവരെയും ഓരോ ഫോണെന്ന് പറഞ്ഞാൽ 10 പേരെങ്കിലും ഈ സിനിമ കാണുന്ന ഒരു ഫോണാണ് നിങ്ങളായി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ വെളിയിലോട്ട് ഇത് ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടുള്ള ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലോട്ട് പോകും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ഓക്കെ, നമ്മൾ എത്ര മാത്രമായാലും കഷ്ടപ്പെട്ട കാര്യമില്ല, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിൽ നല്ലത് ഇപ്പോൾ കണ്ടില്ല, ഒരു സന്തോഷ് പണ്ഡിത് ഒരു പടം ഇട്ടു, ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, പക്ഷെ അദ്ദേഹം മുടക്കിയതിനെക്കാട്ടി പൈസ അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ ഇതിപ്പോ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അറിയാവുന്ന ടെക്നീഷ്യന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്ന. ഇവിടെ എത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. எனக்கு மலையாளம் பேச தெரியாது, தமிழ் தெரியும். அண்ணாமலை யூனிவர்சிட்டியில் சைக்காலஜி பிஹெச்டி பண்ணிட்டு இருக்கும்போது பாபு அங்கே ஸ்டூடெண்ட்டாக ஜாயின் பண்ணாரு. நான் ப்ரொஃபஸர் இப்போ அங்கே கிடையாது. நான் வந்து ரோமன் கேத்தலிக் சர்ச்சில் அச்சனை ஃபாதராக இருக்குது. பட்டு அது ஸ்டூடெண்ட்டு, என்னுடைய ஸ்டூடெண்ட்ஸ் எப்போவுமே எப்போனாலும் திரும்பி கால் பண்ணி நல்ல ஒரு ரிலேஷன்ஷிப்போடு இருப்பாங்க. அப்போது பாபு கடந்த மூவி ஆக்ட் பண்ணிட்டு இருக்கும்போது அப்போ நான் என்னுடைய சர்ச்சில் வந்து மற்ற ஃபாதர்ஸ்க்கு படிக்கிறவங்களுக்கு ட்ரைனிங் கொடுத்துருந்தேன். அப்போ என்னுடைய ஸ்டூடெண்ட் எப்படி நடிக்கிறது எனக்கு கொஞ்சம் பெருமையாக இருந்தது. I just wished him. Then I showed my students also. என்னுடைய ஸ்டூடெண்ட் how he was talented. அவர் நல்ல திறமையில இருக்கிறாங்க. ஒவ்வொருத்தருக்கு இருக்க திறமை நல்லா வளர்த்துக்கிறோம் அப்படின்னு சொல்லி I used to encourage எல்லாருமே நல்லா உற்சாகப்படுறது உண்டு. இப்போவும் நேற்று அங்கே சர்ச்சில் மாஸ்க் முடிச்சு நான் இதாக இருக்கும்போது திடீர்னு மெசேஜ் பண்ணி எனக்கு ரீச் ஆகலை. பட் என்ன விஷயம் அப்படின்னு கேட்கும்போது இப்படி லான்ச்சிங் இருக்குது அப்படின்னு சொல்லும்போது எனக்கு கொஞ்சம் ஹாப்பியாக இருந்தது, சந்தோஷமாக இருந்தது. கண்டிப்பாக மார்னிங் ப்ரேயர் பண்ணுறேன், ஈவினிங் ஷேலி ஐ கம் என்று சொன்னது எனக்கு ரொம்ப பெருமையாக இருக்குது, சந்தோஷமாக இருக்குது. கண்டிப்பாக ஒரு படம் எடுக்கிறது வந்து சாதாரண விஷயம் கிடையாது, நடிக்கிறது வந்து ஒரு சாதாரண விஷயம் கிடையாது. ஏன்னா எனக்கு நடிப்பு ரொம்ப பிடிக்கும். நான் வந்து ஒவ்வொரு கேரக்டரையுமே ப்ரைவேட்டாக கண்ணாடி முன்னாடி செப்பரேட்டாக நான் நடிச்சு பாடுறது. பட் இப்போ அது இல்லை. பட் அதனால் இந்த திறமைகள் இருக்கும்போது எனக்கு உற்சாகப்படுத்துகிற என்கரேஜ் பண்ணணும் அப்படிங்கிற ஆர்வம் உண்டு. அது என்னுடைய ஸ்டூடெண்ட் பாபு இருக்கும்போது ரொம்ப ஹாப்பியாக இருந்தது. ஸோ கண்டிப்பாக படம் சக்ஸஸாக நான் வாழ்த்துகிறேன். என்னுடைய சர்க்கிள், என்னுடைய ஸ்டூடெண்ட்ஸ் நிறைய கேரளாவோட இருக்கிறாங்க. நம்மளுடைய யூனிவர்சிட்டியில் படிக்கும்போது நிறைய குரூப்ஸில் இருக்குது. கண்டிப்பாக மீடியாவில் எல்லாம் கொடுத்து நம்ம ஸ்டூடெண்ட்ஸ் அப்படின்னு சொல்லும்போது நிச்சயமாக பீப்புள் எழுந்துச்சு அவங்க வாட்ச் பண்ணுவாங்க. நடித்தவங்க எல்லாருக்குமே வாழ்த்துக்களை தெரிவித்துக்கிறேன். இந்த நாளில் என்னை அழைத்த பாபுவுக்கும் எங்கள் நன்றி தெரிவித்துக்கிறேன்.